ഒറ്റ ചോദ്യം, ക്ലിയർ ആണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ആഷിയെ തല്ലിയത്? ഞാൻ ആഷിനെ തല്ലിയതോ? ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്. അങ്ങനെ അതെച്ചാ പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്തിങ്ങളെ പാടുകൾ ഇന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് എനിക്കൊന്ന് ലൈവ് ചെയ്യുന്ന സമയത്തും ജെസ്സിയുടെ മുഖത്തും ഇവിടെ കണ്ണിന്റെ എവിടെയൊക്കെ, പക്ഷെ ആഷിക്കായിരുന്നു പരിക്കുകൾ കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. പരിക്കുകൾ കൂടുതൽ പറയുമ്പോ ഞാൻ എന്റെ ഒരു കൈയും ആഷിയുടെ കൈയും വെച്ച് നോക്കിയാൽ അറിയാം ആർക്കാണ് പഞ്ച് കൂടുതൽ എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. കാരണം ആ ലൈഫിൽ നിന്ന് വീണ്ടും അത് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഞങ്ങൾക്ക് അത്രയും ബോണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് രണ്ട് വ്യക്തികളാണ്. ഞങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ആ പാസ്റ്റ് അത് പാസ്റ്റ് ആയിട്ട് തന്നെ പോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ പാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ചെയ്യാൻ പോകത്തില്ല. അത് നമ്മുടെ കൈകളിൽ ഒതുങ്ങിയ ഒരു കാര്യമായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും പാസ്റ്റ് ആയിട്ട് പോകത്തില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ വന്ന് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല. നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട മുഖം തുറന്നു കാണിക്കപ്പെടത്തില്ലേ? അതായത് ഇതായിരുന്നു ജസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതായിരുന്നു ആഷിയോട്. വൃത്തികെട്ട മുഖമല്ല. ഇവൻ ഇപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഏതൊരു പങ്കാളിയും അവരെ ചതിച്ചു കഴിഞ്ഞാൽ ആ പങ്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊരു ഞാൻ എന്റെ കോൺസെപ്റ്റ് പറയുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല. അതിന് അവരെ ഉപദ്രവിക്കുവോ? ഉപദ്രവിച്ചു തരും. കാരണം അത് രണ്ട് മുഖമല്ല, അത് എന്റെ പേഴ്സണാലിറ്റി, എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാള് വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റില്ല. പലവരും വീടിന് മുമ്പിൽ പറയായിരിക്കും നമുക്ക് നമ്മളെ പങ്കാളികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാന്ന്. ഞാൻ ഒരു ചാൻസ് കൊടുക്കത്തില്ല.